കേരളത്തിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത് 2,20,000-ഓളം മറവി രോഗികളാണ്. മറവി രോഗികളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടുകയാണ്. അവരുടെ സംരക്ഷണം ഒരു വെല്ലുവിളിയായിട്ട് മാറും എന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ശരിയായ രീതിയിൽ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മറവി രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയല്ലല്ലോ. യൂറിൻ തെറാപ്പി കൊണ്ട് മറവി രോഗിക്ക് എന്തെങ്കിലും ചികിത്സ ചെയ്യാൻ കഴിയുമോ? ജർമ്മൻ സൈക്യാട്രിസ്റ്റും ന്യൂറോപതോളജിസ്റ്റുമായ അലോയിസ് അൾഷൈമറാണ് 1906 ഓഗസ്റ്റ് ഡെറ്റർ എന്ന 51-കാരിയിൽ മറവിയും അതുമൂലമുള്ള ഭാഷാപ്രശ്നങ്ങളും പ്രവചനാതീതമായ പെരുമാറ്റങ്ങളും ഒക്കെയുള്ള ഈ രോഗം കണ്ടെത്തിയത്. ഈ മറവി രോഗത്തിന് അങ്ങനെയാണ് അൾഷൈമേഴ്സ് ഡിസീസ് എന്ന് പേര് വന്നത്. അമിതമായി അമിലോയിഡ് പ്രോട്ടീനിൻ്റെ ഡിപ്പോസിറ്റ് തലച്ചോറിൽ അടിഞ്ഞുകൂടുന്നതാണ് ഈ അസുഖത്തിന് കാരണം എന്നാണ് നിഗമനം. ടൗ പ്രോട്ടീനും കൂടുതലായി തലച്ചോറിൽ അടിഞ്ഞുകൂടുന്നു. തലച്ചോറിലെ ന്യൂറോണുകൾക്കുള്ളിലെ മൈക്രോ ട്യൂബ്യൂളുകളുടെ ഘടനയെയും ഉറപ്പിനെയും നിർണ്ണയിക്കുന്ന പ്രോട്ടീനാണ് ടൗ പ്രോട്ടീൻ. കോശത്തിനകത്തുള്ള പല പ്രക്രിയകളും നിർവഹിക്കുന്നത് മൈക്രോ ട്യൂബ്യൂളുകളാണ്. ഈ അൾഷൈമേഴ്സ് ഡിസീസിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോഴും ഗവേഷണങ്ങൾ വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൾഷൈമേഴ്സ് രോഗികൾക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് ലെക്കാനിമാബ്. ലെക്യുംബി എന്ന ബ്രാൻഡ് നെയിമിലാണ് ഇത് വിൽക്കുന്നത്. അൾഷൈമേഴ്സിൻ്റെ തുടക്കക്കാർക്ക് നൽകുന്ന മരുന്നാണിത്. കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരുതരം ആൻറ്റിബോഡിയാണ് ഇത്. തലച്ചോറിൽ അടിഞ്ഞുകൂടിയ അമിലോയിഡ് ഡിപ്പോസിറ്റിനെ നീക്കം ചെയ്യുന്നതിനുള്ളതാണ് ഈ മരുന്ന്. വേറെയും ധാരാളം മരുന്നുകൾ ഉണ്ട്. മൂലകോശ ചികിത്സ അല്ലെങ്കിൽ സ്റ്റെം സെൽ തെറാപ്പി അൾഷൈമേഴ്സിന് ഫലപ്രദമാണോ എന്ന് പരിശോധിക്കാനുള്ള ക്ലിനിക്കൽ ട്രയലുകൾ നടക്കുന്നുണ്ട്. മൂത്രത്തിലുള്ള സ്റ്റെം സെല്ലുകൾ ടിഷ്യൂ എഞ്ചിനീയറിംഗ്, റീജനറേറ്റീവ് മെഡിസിൻ എന്നിവയ്ക്ക് ഉപയോഗപ്പെടുത്താമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മൂത്രത്തിലുള്ള സ്റ്റെം സെല്ലുകൾ കിഡ്നിയിൽ നിന്നും മൂത്രനാളത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. ഇവയ്ക്ക് നീർവീക്കം തടയാനും കേടുബാധിച്ച നാഡീകോശങ്ങളുടെ കേട് തീർക്കാനും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനും ഒക്കെ കഴിയും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അമിലോയിഡ് അടിഞ്ഞ് കൂടുന്നത് തടയാനും മൂലകോശങ്ങളുടെ പ്രവർത്തനത്തിന് കഴിയും. സ്റ്റെം സെല്ലുകൾക്ക് രോഗലക്ഷണങ്ങൾ മാത്രമല്ല അതിൻ്റെ കാരണത്തെയും കണ്ടെത്തി പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. മെസഞ്ചൈമൽ സ്റ്റെം സെല്ലുകൾക്ക് അൾഷൈമേഴ്സിൻ്റെ വേരറുക്കാൻ കഴിയുമെന്നാണ് ഗവേഷകർ കരുതുന്നത്. മൂത്രത്തിലുള്ള സ്റ്റെം സെല്ലുകൾക്ക് പ്രവർത്തനത്തിൽ മെസഞ്ചൈമൽ സെല്ലുകളുമായി വളരെ സമാനതകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മൂത്രത്തിൽ കാൽസ്യം ക്രിസ്റ്റലുകളെ തടയാൻ കഴിയുന്ന സിട്രേറ്റുകൾ ഉണ്ട്. യൂറിക് ആസിഡിനും ഈ കഴിവുണ്ട്. മൂത്രത്തിൽ നിരവധി പോഷക ഘടകങ്ങൾ വേറെയുമുണ്ട്. ഹോർമോണുകളും എൻസൈമുകളും വൈറ്റമിനുകളും മിനറലുകളും ഒക്കെയുണ്ട്. പലതരം ആൻറ്റിബോഡികളുണ്ട്. യൂറോകൈനീസ് പോലെ രക്തം കട്ടപിടിക്കുന്നതിനെയും ബ്ലോക്കുകളെയും തടയുന്ന ഘടകങ്ങളുണ്ട്. ഇവയൊന്നും തന്നെ അപകടകരമായ വസ്തുക്കളല്ല എന്ന് മാത്രമല്ല ഔഷധ ഗുണം ഉള്ളവയുമാണ്. സൈഡ് ഇഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നതുകൊണ്ട് അൾഷൈമേഴ്സ് രോഗികൾക്കും ആരോഗ്യ രക്ഷയ്ക്ക് വേണ്ടി മൂത്രം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നന്ദി.